സോ ഹലോ ഗായ്സ്, സാധാരണ നമ്മൾ മൈൻക്രാഫ്റ്റ് ബീച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു വോൾട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശേഷം തടി വെട്ടിയിട്ട് ടൂൾസ് ഉണ്ടാക്കി ആർബർ കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കി നെതറിൽ പോയിട്ട് ഫോട്ടോസ് കണ്ടുപിടിച്ച് ബ്ലേസ് റോഡ് കളക്ട് ചെയ്യുകയാണ് നമ്മളെ പണി. പിന്നെ എൻ്റർപേൾ കളക്ട് ചെയ്ത് സ്ട്രോങ് ഹോൾഡ് കണ്ടെത്തി പോർട്ടൽ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ നേരെ എൻ്റർ ഡ്രാഗനെ തട്ടാറാണ് സാധാരണ പതിവ്, റൈറ്റ്? ബട്ട് വാട്ട് ഹാപ്പൻ ഇഫ് നമ്മൾ അഥവാ ഈ ഒരു പ്രോസസ് നേരെ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ? സോ ഞാനിവിടെ ട്രാപ്പായി എൻ്റെ ഐലൻഡ്സിനകത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓവർവേൾഡിൽ എത്തുക എന്നതാണ്. അതിനായിട്ട് എനിക്ക് വേണ്ടത് നല്ല ആർമർ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മെയിൻ ഐലൻഡിൽ പോയിട്ട് എൻ്റെ ഡ്രാഗനെ ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നെതറിൽ നിന്ന് നേരെ ഓവർവേൾഡിൽ പോയിട്ട് നമുക്ക് തടി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറൈറ്റ് ഗൈസ്, ഞാനിവിടെ എൻ്റെ സ്പോൺ ആയിട്ടുണ്ട്. ഞാനിവിടെ ബീറ്റ് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ബാക്ക്വേർഡ്സ്, പക്ഷേ ഹാർഡ് കോറിനകത്താണ്. അപ്പം ഞാൻ അതായത് ഒരു തവണ ചത്ത എൻ്റെ ഗെയിം ഓവർ. ഇവിടെ എൻ്റർമാൻ്റെ കണ്ണളി നോക്കാക്കില്ല, നോക്കി അവന്മാർ അടിച്ചെന്ന് ചമ്മന്തിയാകും. അപ്പോൾ അടിയുള്ളാതെ വേണം നമുക്ക് എൻ്റെ സിറ്റിയൊക്കെ ലൂട്ടി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഫുഡ് നമ്മളെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. ചോർസ് ഫ്രൂട്ട് കളക്ട് ചെയ്ത് ഫുഡ് കളക്ട് ചെയ്യാൻ പറ്റും. ഓ ഗൈസ്, നേരെ എന്തോ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു എൻ്റെ സിറ്റിയാണ് കാണുന്നത്. ചുമ്മാ അറിയണ ഗൈസ്, ഞാൻ തന്നെയാണ് എൻ്റെ സിറ്റിയുടെ അടുത്ത് വന്നത്. കാരണം എനിക്ക് എല്ലാ കളിച്ചിട്ട് വലിയ പാടാണ്. അപ്പം ഞാനിവിടെ എൻ്റെ സിറ്റിയുടെ അടുത്തെത്തി. അതിൻ്റെ അകത്തോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളും കളക്ട് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ 2 സ്റ്റാക്കോളം ഫുഡ് കളക്ട് ചെയ്തിട്ട് ഇത് തൽക്കാലം ധാരാളമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നേരെ എൻ്റെ സിറ്റിയുടെ അകത്തോട്ട് പോകാം. പക്ഷേ മുമ്പിൽ കൂടെ പോയ ആ ഒരു ഷൾക്കർ ബോക്സ് നമ്മളെ അടിച്ച് നമ്മളെ ചപ്പാത്തിയാകും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഗ്ലാസ് പിടിച്ച് മണ്ടയ്ക്കോട്ട് പോയിട്ട് ബാക്കിയുള്ള നോക്കാം അവിടെ എന്താ ഉണ്ടെന്ന്. ഇതിൻ്റെ ആ മുകൾ വശം നിങ്ങൾ കണ്ട കൈസ്, അവിടെ മുട്ടനൊരു ഇങ്ങനെ ഹോൾ പോലത്തെ എന്താ പറയുക, വലിയൊരു ഗുഹ പോലത്തെ എന്തൊക്കെയോ ഉണ്ട്. അതിനകത്ത് 2 ചെസ്റ്റുള്ള കാര്യം എനിക്കറിയാം. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഷൾക്കർ ബോക്സിൻ്റെ അടിയുള്ള, അപ്പോൾ അവൻ തന്നെ നമ്മളെ പറത്തി മണ്ടയിൽ എത്തിച്ചോളൂ. ഓക്കെ, നമുക്ക് വലിഞ്ഞു കയറുമ്പോൾ നമ്മൾ അഥവാ നമുക്ക് അടി കൊള്ളുന്നതെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അപ്പോഴേ ഈ ചോറസ് ഫ്രൂട്ട് കഴിച്ച് TP ആവാം. അതുവരെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറാം. അപ്പോൾ അതായത് മണ്ടയിലെത്തി കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഒന്നും കൂടെ മണ്ടയിലോട്ട് കയറാം. ആദ്യം ഹെൽത്തൊക്കെ ഒന്ന് ഫില്ലാവട്ടെ. ഓക്കെ, ഇവിടെ നമ്മളെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഫില്ലായി. ഇനി നമുക്ക് ഒന്നും കൂടെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷൾക്കർ ബോക്സിൻ്റെ അടിയുണ്ട് മണ്ടയ്ക്കോട്ട്. അപ്പോൾ നമ്മൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഷൾക്കർ ബോക്സ് നമ്മൾ അടിക്കാൻ തുടങ്ങും. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് നമുക്ക് മണ്ടയിലോട്ട്. ഓ, ഈ അടിയ നല്ലതാണെന്ന് തോന്നുന്നില്ല. അയ്യോ ഞാൻ മരിച്ചേ. ഓ അല്ല, ഹാഫാട്ട് ഓട്. ഓക്കെ, നമ്മൾ സർവൈവ് ചെയ്തെന്ന് തോന്നുന്നു. സർവൈവ് ചെയ്ത് ഓക്കെ, നമ്മളിവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട് 1.5 ഹാർട്ടിൽ. ഒരടി കൂടെ കുറവുള്ളായിരുന്നുള്ളൂ. 1.5 നമ്മളെ ഗെയിം ഇവിടെ ഓവറായേനെ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ബോക്സിനകത്ത് ഒരു മാങ്ങാണ്ടിയും കിട്ടിയില്ല. കാരണം ഇതിനകത്ത് 2 ഷവല്, ഒരു ഹെൽമെറ്റേ ഉള്ളൂ. അപ്പോൾ യൂസ്ലെസ്സാണ്. 2ാമത്തെ ജസ്റ്റിനകത്തും അതുപോലെ തന്നെ യൂസ്ലെസ് ആണ്. അതായത് ഫസ്റ്റ് എൻ്റെ സിറ്റി നമ്മളെ വലിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻ്റെ സിറ്റിയിലോട്ട് പോകാം വിത്തൗട്ട് ടൈം വേസ്റ്റിങ്. താഴോട്ടൊക്കെ പോകാനുള്ള. ഇനിയിപ്പം ഹെൽത്തൊക്കെ ഫില്ല് ചെയ്ത് വെറുതെ നിങ്ങളെ ബോറാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത എൻ്റെ സിറ്റി തപ്പി അങ്ങ് പോവാം. ഓക്കെ, നമ്മളിവിടെ ലെവലും എൻ്റർപേളൊക്കെ എവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഇവിടെ എൻ്റർമാൻ എൻ്റെ കണ്ണിലറിയാൻ ഞാൻ എൻ്റർമാൻ്റെ കണ്ണിൽ നോക്കിപ്പോയി. അതുകൊണ്ട് എൻ്റർമാനെ ഞാൻ അടിച്ചപ്പോൾ ഞാൻ അടിച്ചു വന്നതാണ്. അത് ഇത്ര ലെവലും. ഇനി നമുക്ക് ഇച്ചിരി എൻ്റർപേള കളക്ട് ചെയ്യാൻ. കാരണം നമ്മൾ അടുത്ത എൻ്റെ സിറ്റി ഇച്ചിരി അങ്ങോട്ട് ദൂരെയാണ്. നമ്മൾ ചങ്ക് ബേസിൽ നിന്ന് കോർഡിനേറ്റ്സ് എടുത്തതാണ്. ഓക്കെ, എൻ്റർപേളും കാര്യങ്ങളും നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. 10 എൻ്റർപേൾ ഇനഫാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ എൻ്റർപേളുമായിട്ട് അടുത്ത എൻ്റെ സിറ്റിയിലോട്ട് പോകാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു എൻ്റർപേൾ ധാരാളമാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും. നമ്മളെ ഹെൽത്തൊക്കെ ഫില്ല് ചെയ്തിട്ട് അടുത്ത എൻ്റെ സിറ്റിയിലെത്താം. അപ്പോൾ അടുത്ത എൻ്റെ സിറ്റി ഇച്ചിരി മുമ്പോട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിച്ച് നമ്മൾ അടുത്ത എൻ്റെ സിറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിറ്റിയിൽ അവിടെ മുകളിൽ 2-3 നിലയൊക്കെ കാണുന്നു. ഇറ്റ് മീൻസ് അവിടെ ചെസ്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അവിടെ ഒരു എൻ്റെ സിറ്റി ഷിപ്പും കാണുന്നുണ്ട്. അതായത് നമുക്ക് എലാക്ട്ര ഇടുന്ന കാര്യം ഉറപ്പായിരിക്കും. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഹെൽത്ത് റീജൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് മണ്ടയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ ഹെൽത്ത് ഒന്ന് റീജൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എൻ്റർപേൾ അറിയാം. താഴെ വന്ന് വീണ വേൾഡ് ഓവർ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ചെസ്റ്റ് ഉള്ളത് എന്നാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ചെസ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ബ്ലോക്ക് പൊടിച്ചിട്ടുണ്ട്. ഈ ചെസ്റ്റിനകത്ത് ഒരു മാങ്ങാത്തൊലി നമുക്ക് കിട്ടിയില്ല. ആ വിചാരിച്ചു ഇവിടെ പിക്കാച്ചെങ്കിലും കാണും. കുഴപ്പമില്ല ഗൈസ്, വിഷമിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഇനി ഇവിടെ 2-3 നിലകളുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് മണ്ടയിൽ സ്ഥലമുണ്ട്. കാരണം അവിടെ ഇനി 2 ചെസ്റ്റ് ഉണ്ട്. നമ്മളെ ആദ്യത്തെ എൻ്റെ സിറ്റി പോലെ മുകളിൽ ഒരു കൂടാരം പോലത്തെ ഒരു സംഭവമുണ്ട്. അതിനകത്ത് 2 ചെസ്റ്റ് ഉണ്ട്. പിന്നെ സൈഡിൽ ഇതുപോലത്തെ ഒരു നിലയുണ്ട്. അപ്പോൾ അവിടുത്തെ അങ്ങോട്ട് ആദ്യം പോവാം, പിന്നെ അവിടെ ലാസ്റ്റ് പോവാം. അപ്പോൾ അതുകൊണ്ട് അതാണ് ആ നില. അതുകൊണ്ട് അവിടെയുണ്ട്. അതിൻ്റെ മണ്ടയിൽ ഒരു ശിഖരം പോലെ ഉണ്ട്. അപ്പോൾ ആദ്യമേ അവിടെ പോവാം, എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ളതിൽ പോവാം. അപ്പോൾ നമ്മൾ അവിടെ എൻ്റർപേൾ എറിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ നിങ്ങൾക്കറിയാലോ. അയ്യോ, എൻ്റർമൈറ്റ് ഓടിക്കൂ. ഈ എൻ്റർമൈറ്റ് എൻ്റെ ജീവൻ എടുക്കും. അയ്യോ, വിരിഞ്ഞ് ഇല്ല ഒരു ഹാർട്ട്. അത് എന്നെ ഒരടിയും കൂടെ അടിച്ചിരുന്നെങ്കിൽ ഈ വോൾഡ് പിന്നെയോ ഓവറായതിന്. ഇപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മളിവിടെ സർവൈവ് ചെയ്തത്. അപ്പോൾ ചെസ്റ്റ് പിടിച്ചുകൊണ്ട് ഓക്കെ ഗൈസ്, ഫൈനലി നമുക്കിവിടെ പിക്കാക്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല ലക്കിയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ആ ചെസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ മാങ്ങാത്തൊലി കാണുന്നു.
നമ്മൾ ലക്കിയാണ് കഴിച്ച് കാര്യത്തിൽ. ഇനി നമുക്ക് ഇവിടെ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് വെച്ച് പോവാം. ഇനിയിപ്പോൾ നമുക്ക് എൻ്റർമാനെ വെറുതെ അടിച്ചടിച്ച് നമ്മളെ അടി കൊണ്ട് ചാവണ്ട. അതുകൊണ്ട് ഇനി നമുക്കിനി ബ്ലോക്കൊക്കെ പൊടിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽത്ത് റീജൻ ചെയ്ത് താഴോട്ട് പോയിട്ട് അവിടുന്ന് കുറേ ബ്ലോക്ക് മൈൻഡ് ചെയ്യാൻ പോകണം. എനിക്ക് ഇഷ്ടമുള്ള അത്ര ബ്ലോക്ക് ഞാൻ മൈൻഡ് ചെയ്യും, എനിക്ക് തോന്നിയ അത്ര ബ്ലോക്ക് ഞാൻ മൈൻഡ് ചെയ്യും. സോ ഗൈസ് എനിക്ക് അത്യാവശ്യമുള്ളത്ര ബ്ലോക്ക് ഞാൻ മൈൻഡ് ചെയ്ത് എനിക്ക് മടുക്കുന്നിടത്തോളം ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് ബ്ലോക്ക് നമ്മളിവിടെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ബ്ലോക്ക് പ്ലേസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ബാക്കിയുള്ള നിലകളിൽ ലൂട്ടാം. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് എൻ്റെ സിറ്റി ഷിപ്പിൽ ലൂട്ടാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണത്തിലെത്തിയിട്ടുണ്ട്. ഈ ചെസ്റ്റ് തുറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ചെസ്റ്റിനകത്ത് നമുക്ക് ഭാഗ്യത്തിൻ്റെ ഒരു സോഡ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർമാനെ കൊല്ലാം. കാരണം ലൂട്ടിങ് കൂടെ സോഡാണ്. നമുക്ക് 2-3 എൻ്റർപേൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് എൻ്റർമാനെ അടിക്കാനായിട്ട് കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ട. 2-3 അടി തന്നെ എൻ്റർമാൻ്റെ കാര്യം തീരുമാനമാവും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇച്ചിരി കൂടെ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരമൊക്കെ വീഡിയോ കാണുന്നില്ലേ? നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യടേ. എന്നിട്ട് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ എന്ന് ചെന്ന് ഫോളോ ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത നിലയുണ്ട്, അവിടെയും കൂടെ ലൂട്ടണം. എന്നിട്ട് വേണം നമുക്ക് എൻ്റെ സിറ്റി ഷിപ്പിലോട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം പറഞ്ഞ 2 നില കാണുന്നു. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് അടുത്ത 2 ചെസ്റ്റുകൾ ലൂട്ടാൻ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ. ബ്ലോക്ക് വെച്ച് വെറുതെ ടൈം ഒന്നും വേസ്റ്റ് ആക്കാതെ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ മറ്റേ 2 ചെസ്റ്റുള്ള ആ ഒരു കൂടാരത്തിൽ എത്തി. ഞാൻ പറഞ്ഞില്ല ഇവിടെ 2 ചെസ്റ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്കൊരു OP പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി ഫോർ മെൻഡിങ് ഒക്കെ ഉള്ള. അതുകൊണ്ട് ഇനി നമുക്ക് ബ്ലോക്ക് ഇച്ചിരി ഫാസ്റ്റായി മൈൻഡ് ചെയ്യാം. മറ്റേ പിക്കാക്സ് നോർമലാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഈ പിക്കാക്സും കൊണ്ട് വേണം കുറേ ബ്ലോക്ക് മൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെസ്റ്റ് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ചെസ്റ്റിനകത്ത് നമുക്ക് ഡയമണ്ടിൻ്റെ ബൂട്ടും ഹെൽമെറ്റും കിട്ടി. അതായത് നമ്മളെ പകുതി ആർമർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെൽമെറ്റും ബൂട്ടും ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻ്റെ സിറ്റി ഷിപ്പിലെത്തി. അത്രയും പാട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. വെറുതെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഭയങ്കര നീളം കൂടി. അപ്പോൾ നമ്മളിവിടുത്തെ ഷൾക്കർ ബോക്സിനെ അടിച്ചു വന്ന് ഇനി നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഇലൈട്രയാണ്. കാരണം നമ്മൾ ആദ്യമേ ഇലൈട്ര എടുക്കാൻ പോവുകയാണ്. കാരണം ഇനി അതാണ് നമ്മളെ ട്രാവൽ എളുപ്പമാക്കാൻ പോണത്. ഇത് നമ്മളെ ഈ വേൾഡിൽ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. നമ്മളെ ഗെയിമിനകത്ത് നമ്മൾ സാധാരണ വേൾഡിൽ നമ്മൾ ഇത് ഏറ്റവും ലാസ്റ്റാണ് കളക്ട് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ഞാൻ ഏറ്റവും ഫസ്റ്റിൽ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇലൈട്ര ഇട്ടിട്ട് പറക്കാൻ സാധിക്കും. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെസ്റ്റ് ഓർ നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എഫിഷ്യൻസി ഫോറുള്ള പിക്കാക്സ് കിട്ടി. അതായത് ഇതാണിപ്പം നമ്മളിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് പിക്കാക്സ്. അപ്പോൾ ഇവിടെ കച്ചറയാണ് മുഴുവൻ. അത് നമ്മൾ എടുക്കുന്നില്ല, അയറൺ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ചുമ്മാ എടുത്ത് വയ്ക്കുന്നതാണ് ഒരു രസത്തിന്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറെ ചെസ്റ്റുകൾ ലൂട്ടാം. വെറുതെ ടൈം വേസ്റ്റിംഗ് ഒന്നുമില്ല. ഇനി നേരെ നിങ്ങളൊരു ചെസ്റ്റുകൾ മാത്രമേ ഇനി കാണത്തുള്ളൂ. മനസ്സിലായോ? പോണതിന് മുമ്പായിട്ട് തെളിവായിട്ട് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഹെഡും കൂടെ എടുത്ത് തലയിൽ വെക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ഇനി ചെസ്റ്റുകൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എൻ്റെ സിറ്റി പോവാം. ലെറ്റ്സ് ഗോ. ഇത് 3ാമത്തെ എൻ്റെ ഷിപ്പാണ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഡയമണ്ട് ആർമർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡയമണ്ടിൻ്റെ ഉടുപ്പും ഡയമണ്ടിൻ്റെ നിക്കറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡയമണ്ടിൻ്റെ സോഡും കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ കവറായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ പ്രൊട്ടക്ഷൻ 3യുടെയും ഫെദർ ഫാളിംഗ് 4ൻ്റെ ഒരു ബൂട്ടും കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഫുൾ ഡയമണ്ട് ആർമർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എൻ്റെ ഡ്രാഗനെ കൊല്ലാം. കാരണം നമ്മളിവിടെ ഫുള്ളി പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചാവത്തില്ല, നമ്മളിവിടെ ഇമ്മോർട്ടലാണ്. അപ്പോൾ നമുക്കിനി നേരെ എൻ്റെ സിറ്റിയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് എൻ്റെ ഗേറ്റ് കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ എൻ്റെ ഗേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി എൻ്റർപേൾ എറിഞ്ഞിട്ട് വേണം എൻ്റെ മെയിൻ ഐലൻഡിലോട്ട് പോകാം. നമ്മൾ എൻ്റെ ഡ്രാഗനെ ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എൻ്റർപേൾ അറിയാം. ഓക്കെ, ഏറ്റില്ല. ഒന്നും കൂടെ എറിഞ്ഞു നോക്കാം. നമ്മൾ എൻ്റർപേളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഓക്കെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഐലൻഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേഗം ഒബ്സിഡിയൻ വില്ലേജിൽ നമ്മളെ ഇതൊക്കെ പൊടിക്കാം. എന്താ പറയുക, നമ്മളെ ക്രിസ്റ്റൽസ് ഇവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാൻ മോണ്ടാജൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കാണിക്കാനാണ് വന്നത്. ഈ വേൾഡിനകത്ത് എന്തോ ഒരു ബഗ്ഗാന്നൊക്കെ അറിയാൻ വയ്യ. ഞാൻ എന്തോ അവിടെ ബ്ലോക്ക് വെച്ച് കയറിയിരിക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചില എൻ്റെ ക്രിസ്റ്റല് ഇവിടെ ഇല്ല. അതായത് നമ്മളെ ഒബ്സിഡിയൻ പില്ലാറിനകത്ത് ബെഡ് റോക്കും ഇല്ല, എൻ്റെ ക്രിസ്റ്റലും ഇല്ല. ഇതെന്തൊരു ബഗ്ഗാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെന്താ ചിലതിനകത്ത് എൻ്റെ ക്രിസ്റ്റലും ബെഡ് റോക്കും ഇല്ലാത്തതെന്ന്. എനിക്കറിയാൻ വയ്യത് എന്തുവാണ്. അപ്പോൾ നമുക്കിനി നേരെ എൻ്റർ ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ. ബാക്കി എല്ലാ ക്രിസ്റ്റലും ഞാൻ അവിടെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ എൻ്റർ ഡ്രാഗനെ അടിച്ച് കൊല്ലാം. ഓക്കെ, എൻ്റെ ഡ്രാഗൺ ഇവിടെ തീരാറായി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഗെയിം ഇവിടെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതായത് നമ്മളെ പകുതി ഗെയിം ഇവിടെ തീർന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈൻക്രാഫ്റ്റ് ഇങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 വീക്ക് ഫേസ് കംപ്ലീറ്റ് ആവും. ചിലർ സർവൈവൽ വേൾഡ് ആകും. അപ്പോൾ നമുക്കിവിടെ ഈ XP എടുക്കാം. പിന്നെ ഈ മുട്ടയും കൂടെ കൊണ്ടുപോകാം. വെറുതെ ഇരിക്കട്ടെ.
നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ ചാടുമ്പോൾ സാധാരണ നമ്മൾ ഓവർവേൾഡിലാണ് എത്തുന്നത്, പക്ഷേ ഞാനിവിടെ നെതറിലാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചാടാം, എന്നിട്ട് നെതറിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒബ്സിഡിയൻ കളക്ട് ചെയ്തോ, കാരണം നമ്മൾ നെതറിൽ പോയിട്ട് നമ്മൾ ആ നെതറിൽ എത്തുന്ന പോർട്ടൽ വെച്ച് നമ്മൾ തിരിച്ച് ഓവർവേൾഡിൽ പോകത്തില്ല, നമ്മൾ വേറെ പണിഞ്ഞിട്ടേ ഓവർവേൾഡിൽ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതറിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിവിടെ നെതറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് മണ്ടേന്ന് വീണേന്ന് തോന്നുന്നു, നമ്മളെ മാനത്താന്ന് തോന്നുന്നു സ്പോണായി. ഓക്കെ, നമ്മളിവിടെ പോർട്ടലും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഗെയിം മൊത്തം ബഗ്ഗായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പം ബഗ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ബഗ് മാറി നമ്മൾ നെതർ പോർട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തില്ല തിരിച്ചു. അതിനായിട്ട് നമ്മൾ ആദ്യമേ അവിടെ എവിടെയെങ്കിലും പോയി ഗ്രാവൽ കണ്ടുപിടിച്ചിട്ട് ഫ്ലിൻഡാ സ്റ്റൈൽ ഉണ്ടാക്കി നെതർ പോർട്ടൽ ഉണ്ടാക്കി ഓവർവേൾഡിൽ പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ഗ്രാവൽ എവിടെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗ്രാവൽ നമുക്കിവിടെ കിട്ടി. നമുക്ക് ഇവിടുന്ന് ഗ്രാവൽ പെട്ടെന്ന് കളക്ട് ചെയ്ത് ഫ്ലിൻറ്റ് എടുത്തുകൊണ്ട് സ്ഥലം വിടാൻ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഗാസ്റ്റ് അമ്മയ്ക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഫ്ലിൻറ്റ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും സേഫായ സ്ഥലത്തോട്ട് പോകും. ഞാനിവിടെ സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ പോർട്ടൽ ഉണ്ടാക്കി നേരെ ഓവർവേൾഡിലോട്ട് പോകാൻ നോക്കാം, വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. അല്ലെങ്കിൽ ഇനി അടുത്ത അപകടം ഇവിടുന്ന് വരുമെന്ന് ആയിരിക്കും അറിഞ്ഞൂടാ. എന്തായാലും നന്നായി ഞാനിവിടെ അയറൻ കളക്ട് ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ഫ്ലിൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അയറൻ കളക്ട് ചെയ്തതിൽ വലിയ മെനക്കേടായനെ. ഇനിയിപ്പോൾ നമുക്ക് പോർട്ടലിൽ ലിറ്റപ്പ് ചെയ്തിട്ട് നേരെ ഓവർവേൾഡിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം ഗൈസ്, നമ്മളെ മിഷൻ ഇവിടെ കഴിയാറായിരിക്കുകയാണ്. നമ്മൾ വല്ല കേവിലെത്താതിരുന്ന ഭാഗ്യം. കേവിലെത്തിയാൽ വിരിഞ്ഞ് പിന്നെ നമുക്ക് മണ്ടേ കയറി എക്സ്ട്രാ ടൈം എടുക്കും. ഓക്കെ ഗൈസ്, നമ്മളിവിടെ മരത്തിൻ്റെ അടുത്താണ് സ്പോൺ ആയത്. അതായത് നല്ല ലെക്കുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു തടി കളക്ട് ചെയ്യുക, അതാണ് നമ്മളെ മിഷൻ, അതായത് നമ്മളെ ലക്ഷ്യം. അതിലൂടെ കൂടി നമ്മളെ വീഡിയോ തീരും. അതിന് മുമ്പായിട്ട് നമ്മളെ ഇൻവെൻട്രി ഒന്ന് കാലിയാക്കുക, കാരണം അത് കാലിയാക്കുമ്പോൾ പ്രത്യേക ഒരു ആദ്യം തൊട്ട് കളിക്കുന്ന ഒരു ഫീൽ കിട്ടും. അതുകൊണ്ട് നമ്മളിവിടെ എല്ലാം കാലിയാക്കാൻ പോണ്. ഓക്കെ, നമ്മൾ കാലിയാക്കും, പക്ഷെ നമ്മൾ ആർമർ ഇട്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ തടി കളക്ട് ചെയ്യാൻ പോണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിവിടെ തടി കളക്ട് ചെയ്തിട്ടിരിക്കുന്നു. നമ്മളെ ഈ വേൾഡിലെ മിഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ കിള്ളം കണ്ടാൽ ഇനിയും നിങ്ങൾക്ക് മലയാളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു വേൾഡിനകത്ത് പേൽ ഗാർഡൻ ഓൺലി സർവൈവ് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ സ്ക്രീനിൽ വരുന്നുണ്ടാവും. ഇപ്പം തന്നെ പോയി കാണുക. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമുക്കിവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ വെച്ചേക്കാം. എന്നാ ശരി, ഞാൻ പോകുന്നു. ബൈ ബൈ.